വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്സ് ഡെയിലി ന്യൂസ് ഡെസ്ക്. ഇന്നത്തെ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Trump raises US tariff on Indian imports to 50%. Second, decoding China, the lesson for a vulnerable India. Third, judicial overreach. Fourth, Parliament passes legislation to modernize India's maritime laws. Finally, Aadhaar face authentication for governance. അപ്പോൾ നമുക്ക് ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ന്യൂസ്, ട്രംപ് റേസസ് ടാരിഫ് ഓൺ ഇന്ത്യൻ ഇമ്പോർട്ട്സ് ടു 50%. അതായത് നമ്മൾ കുറച്ച് ദിവസത്തെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു എന്ത് US ഇന്ത്യൻ ഗുഡ്സിന് മേളിൽ എത്ര 25% ടാരിഫ് ഇമ്പോസ് ചെയ്തു എന്നുള്ളത്. അത് കൂടാതെ എന്താണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി എന്താണ് ഒരു അഡീഷണൽ 25% ടാരിഫ് കൂടിയാണ് എന്ത് US ഇന്ത്യൻ ഗുഡ്സിന് മേളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ ഇപ്പൊ എത്ര 50%. ജൂലൈ 31 ആയിരുന്നു എന്താണ് ആ പ്രീവിയസ് ടാരിഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു എക്സ്ട്രാ അഡീഷണൽ 25% കൂടെ ആഡ് ചെയ്തു. ഇതിനെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്താണ് പറയുന്നത്? അൺഫെയർ, അൺജസ്റ്റിഫൈഡ് ആൻഡ് അൺറീസണബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോകാം. ടോട്ടൽ ടാരിഫ് ഇമ്പോസ് ചെയ്തപ്പോൾ എത്രയാണ്? 50% ആണ്. ഇതിൽ US ജസ്റ്റിഫിക്കേഷൻ എന്താണ്? അതായത് ഇന്ത്യ ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി എന്ത് റഷ്യയുമായിട്ട് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത് US സാങ്ഷനെ ബാധിക്കുന്നു എന്നാണ് എന്ത് US പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ റെസ്പോൺസ് എന്താന്ന് നോക്കിയാൽ ഇന്ത്യ നിലവിലെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എൻഷുർ ചെയ്യാണ് എന്താണ് എനർജി സെക്യൂരിറ്റി എൻഷുർ ചെയ്യാണ്. 1.4 ബില്യൺ പീപ്പിളിന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നാണ് ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് പറയുന്നത്. ഒരു എക്കണോമിക് ഇമ്പാക്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട EU ആൻഡ് US ഒക്കെ എന്താണ് ഇവരും റഷ്യയുമായിട്ട് എന്താണ് ട്രേഡ് നടത്തുന്നുണ്ട്. ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഇവരാണ് കൂടുതൽ റഷ്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇന്ത്യക്കാണ് ഇവർ ഇത്രത്തോളം ഒരു 25% ടാരിഫ് ഇമ്പോസ് ചെയ്തത്. ഇനി എക്കണോമിക് ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, അതായത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ FIEO പറയുന്നത് ഇത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഒരു സിവിയർ സെറ്റ് ബാക്ക് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയും US തമ്മിൽ എന്താണ് ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നെഗോഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നെഗോഷിയേഷൻ നടക്കുകയാണ്. അപ്പൊ 2025 കൂടി നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിലേക്ക് വരുവാണെങ്കിൽ GS പേപ്പർ 2 ഇന്റർനാഷണൽ റിലേഷൻസ് അതിലെന്താണ് ഇന്ത്യ US ബൈലാറ്ററൽ ടൈസ്, ഇമ്പാക്ട് ഓഫ് ഫോറിൻ പോളിസി ഓൺ ഇന്ത്യ, സ്ട്രാറ്റജിക് ഓട്ടോണമി ആൻഡ് എനർജി സെക്യൂരിറ്റി. GS പേപ്പർ 3 വരുവാണെങ്കിൽ എന്താണ് എക്കോണമി, എക്സ്റ്റേണൽ സെക്ടർ, അതിലെന്താ ഇമ്പാക്ട് ഓഫ് ടാരിഫ് ഓൺ ഇന്ത്യൻ എക്സ്പോർട്ട്, ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ്, പ്രൊട്ടക്ഷനിസം ആൻഡ് ട്രേഡ് ടെൻഷൻസ്, എനർജി ഇമ്പോർട്ട്സ് ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ്. ഇതൊക്കെയാണ് ഇതിൽ നോക്കേണ്ടത്. അടുത്ത ന്യൂസ്, ഡീകോഡിംഗ് ചൈന, ദ ലെസൺസ് ഫോർ എ വൾണറബിൾ ഇന്ത്യ. ഇതൊരു എഡിറ്റോറിയൽ ആണ്, ശശി തരൂരിന്റെയാണ്. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഫോക്സൺ ഐഫോൺ 17 പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന 300ഓളം ചൈനീസ് എഞ്ചിനീയേഴ്സിനെ ചൈന തിരിച്ചു വിളിക്കുകയുണ്ടായി. ഇതെന്താ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത് വെച്ചാൽ ഇത് ചൈനയുടെ ഒരു സ്ട്രാറ്റജി ആണെന്നാ പറയുന്നത്. കാരണം ഇന്ത്യ ഹൈ വാല്യൂ മാനുഫാക്ചറിങ് കോമ്പറ്റീറ്റർ ആയിട്ട് ഒരു ഉയർന്നു വരുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് എന്താണ് ചൈന ഈ ചൈനീസ് എഞ്ചിനീയേഴ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്താണ് ഇലക്ട്രോണിക്സ് മേഖലകളിലെ ഒരു ഹൈ വാല്യൂ കോമ്പറ്റീറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇതിൽ കീ ഇഷ്യൂസ് എന്താന്ന് വെച്ചാൽ എഞ്ചിനീയേഴ്സിനെ റീകോൾ ചെയ്തത് ഇതൊരു റുട്ടീൻ അല്ല, പക്ഷെ എന്താണ് ജിയോ എക്കണോമിക് സ്ട്രാറ്റജി ആണ്. എന്തെന്ന് വെച്ചാൽ ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഹൈടെക് മാനുഫാക്ചറിംഗിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. ഇവരെ തിരിച്ചു വിളിക്കുന്നത് വഴി എന്താണ് ഇന്ത്യക്ക് സംഭവിക്കുക? ഇന്ത്യയുടെ ഈ പറഞ്ഞ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ കാര്യങ്ങളിലൊക്കെ എന്താണ് ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നു. അതാണ് അതായത് ചൈനയുടെ ഒരു സ്ട്രാറ്റജിക് മൂവ് തന്നെ ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അതായത് ഡെലിബറേറ്റ്ലി ജിയോ പൊളിറ്റിക്കൽ മൂവ്. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യ റൈസായി വരുന്ന ഒരു മാനുഫാക്ചറിങ് പവർ ആണ്, അത് ഇല്ലാതാക്കാൻ, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈനയുടെ ഈ ഒരു സ്ട്രാറ്റജിക് മൂവ് എന്ന് പറയുന്നത്. സെക്കൻഡ്, റെയർ എർത്ത് ആൻഡ് എക്വിപ്മെന്റ് റെസ്ട്രിക്ഷൻ. അതായത് ചൈന 60% മുതൽ 80% വരെ എന്താണ് റെയർ എർത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. റെയർ എർത്ത് എന്ന് പറഞ്ഞാല് 17 കെമിക്കൽ എലമെന്റ്സ്, അതിൽ ചൈനയാണ് ടോപ്പായിട്ട് വരുന്നത്.
ഏതൊക്കെ എലമെന്റ്സ് ആണ്? ഗാലിയം, ജെർമേനിയം, ഗ്രാഫൈറ്റ് പോലുള്ള എലമെന്റ്സ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് വെഹിക്കിൾസ്, ഇലക്ട്രോണിക്സ്, സോളാർ എക്യുപ്മെന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുവഴി എന്താണ് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചൈന ഇങ്ങനെ ഒരു സ്ട്രാറ്റജി എടുക്കുന്നത്? പറഞ്ഞിരുന്നു, ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് ഒരു മാനുഫാക്ചറിങ് പവറായിട്ട് റൈസ് ചെയ്ത് വരുവാണ്. ഇത് കർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ചെയ്തത്. ഓക്കെ, തേർഡ് വരുന്നത് എന്താണ്? സ്ട്രാറ്റജിക് ഇന്റന്റ് സ്റ്റിഫിൾ ഇന്ത്യ സെൽഫ് റിലയൻസ്. അതായത് ഇന്ത്യ ഒരു സെൽഫ് റിലയന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇതിനെ ഡിലേ ചെയ്യുക. അതായത് പറഞ്ഞല്ലോ, ഹൈ വാല്യൂ മാനുഫാക്ചറിങ് ബേസ് ആയിട്ടാണ് ഇന്ത്യയുടെ ഒരു ഗോൾ തന്നെ ഇതാണ്. അപ്പൊ ഇത് ഡിലേ ചെയ്യുക, അതൊക്കെയാണ് ചൈന ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവരുടെ ടാക്ടിക്സ് എന്താണ്? കൺട്രോളിങ് റോ മെറ്റീരിയൽസ്, ഡിനേയിങ് ഹ്യൂമൻ ക്യാപിറ്റൽ. അതായത് ഇപ്പൊ 300 ചൈനീസ് എഞ്ചിനീയേഴ്സിനെയാണ് തിരിച്ചു വിളിച്ചേക്കുന്നത്. അതുപോലെ റെസ്ട്രിക്റ്റിംഗ് ക്രിട്ടിക്കൽ മെഷീനറി. അതുപോലെ തന്നെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയെ ഡിപ്പെൻഡന്റ് ആയിട്ട് തന്നെ നിർത്തുക എന്നാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ഇതുവഴി ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഈ ഒരു പ്രോഗ്രാം സ്ലോ ചെയ്യുക, ഈ ഒരു പ്രോഗ്രസ് അത് സ്ലോ ചെയ്യുക എന്നതാണ് ചൈന ഉദ്ദേശിക്കുന്നത്. ചൈനയുടെ ഇന്റേണൽ എക്കണോമിക് പ്രഷർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഡെമോഗ്രാഫിക് ആൻഡ് എക്കണോമിക് സ്ട്രെയിൻ ആണ്. അതായത് ചൈനയിൽ ഏജിംഗ് പോപ്പുലേഷൻ ആണ്. എന്തുകൊണ്ട്? വൺ ചൈൽഡ് പോളിസി കാരണം. അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാർക്കറ്റ് ക്രൈസിസ് ആണ്. ഈ ഏജിംഗ് പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് പെൻഷനും അവരുടെ വെൽഫെയർ ലയബിലിറ്റീസും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ പെൻഷനും വെൽഫെയർ ഒക്കെ ഉണ്ട്, ആ ലയബിലിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് വരുന്നത് എക്സ്പെർട്ട് ഡ്രിവൺ സർവൈവൽ. അതായത് ഓവർ കപ്പാസിറ്റി ആണ്. അതായത് ഇത്രത്തോളം പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഡൊമസ്റ്റിക് ഡിമാൻഡ് സ്റ്റാഗ്നന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓവർ പ്രൊഡക്ഷന്റെ ആവശ്യമില്ല. പക്ഷെ അവർ ഓവർ പ്രൊഡക്ഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റിലൈസ് ഹെവിലി ഓൺ എക്സ്പെർട്ട് ടു മെയിൻറ്റെയിൻ ഫിസിക്കൽ ഔട്ട്ലേസ്, എസ്പെഷ്യലി മിലിറ്ററി ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി. ഇനി തേർഡ് സർപ്ലസ് നോക്കുകയാണെങ്കിൽ 1 ട്രില്യൺ ആണ് സർപ്ലസ് വരുന്നത്. പക്ഷെ പ്രോഫിറ്റ് മാർജിൻ ഫാൾ ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തേർഡ് വരുന്നത് വെപ്പണൈസിങ് ഓവർ കപ്പാസിറ്റി, ഡിപ്രസിംഗ് ഗ്ലോബൽ പ്രൈസ് ടു ഫ്ലഡ് മാർക്കറ്റ്സ്. അതുപോലെ ഡിസ്ട്രോയ്സ് കോമ്പറ്റീഷൻ ആൻഡ് സിമെന്റ്സ് ചൈനീസ് മാർക്കറ്റ് കൺട്രോൾ. അതുപോലെ കോമ്പറ്റീഷൻ ഡിസ്ട്രോയ് ചെയ്യാനും അതുപോലെ ചൈനയുടെ മാർക്കറ്റ് കൺട്രോൾ ഊട്ടി ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. എക്സ്പോർട്ട് പ്രഷർ ഡ്രിവൺ ബൈ ഇന്റേണൽ വൾണറബിലിറ്റീസ്, നോട്ട് ജസ്റ്റ് ഫോറിൻ കോമ്പറ്റീഷൻ. അതായത് ഈ ഒരു എക്സ്പോർട്ട് പ്രഷറിന്റെ പ്രധാന കാരണം ഈ ഇന്റേണൽ വൾണറബിലിറ്റീസ് ആണ്, അല്ലാതെ ഒരു ഫോറിൻ കോമ്പറ്റീഷൻ അല്ല. പ്രധാനമായും ഈ ഇന്റേണൽ വൾണറബിലിറ്റി ആണ്. ഇംപ്ലിക്കേഷൻസ് ഫോർ ഇന്ത്യ. അതായത് ഫസ്റ്റിൽ പറയുന്നത്, ഇന്ത്യ സ്റ്റിൽ എ നേസന്റ് മാനുഫാക്ചറിംഗ് പവർ, faces infrastructure challenges, bureaucratic red tape, lack of component level self-reliance, still depend on imports for semiconductors, sensors, engines, even basic tools. Second geopolitical fragility exposed. വെസ്റ്റിനെയൊക്കെ ഇന്ത്യ കണ്ടിരുന്നത് ഒരു ഫ്രണ്ട് ഷോർ പാർട്ട്ണർ ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ റീസെന്റ് US 50% ടാരിഫ് ഇമ്പോസ് ചെയ്തു. ചൈന ഡെസ്പൈറ്റ് ഹയർ റഷ്യ ഓയിൽ ട്രേഡ് ഗെറ്റ്സ് ടാരിഫ് എക്സെപ്ഷൻസ്. അതായത് ചൈനയ്ക്ക് ചൈനയും റഷ്യയായിട്ട് ഓയിൽ ട്രേഡ് ഉണ്ട്, ഹൈ ആയിട്ടുള്ള തന്നെ ഓയിൽ ട്രേഡ് ഉണ്ട്. പക്ഷെ ചൈനയ്ക്ക് പോലും ടാരിഫിൽ എക്സെപ്ഷൻസ് ഒക്കെ കിട്ടുകയുണ്ടായി. തേർഡ്, സ്ട്രാറ്റജിക് ഓട്ടോണമി മസ്റ്റ് ബി ഇന്ത്യസ് ഗോൾ. India need to reduce import dependency, particularly in electronics and critical tech. Calls for laser-focused industrial policy, including research and development incentives, skill development, strategic stockpiling, diversified supply chain. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചൈനയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏഷ്യയിൽ ഒരു കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാന്നുള്ളതാണ് ചൈനയുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചൈനയുടെ ഈ ഒരു ഡോമിനൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും സ്റ്റെബിലിറ്റിക്കും വേണ്ടിയിട്ടാണ് ഇവർ ഈ മാനുഫാക്ചറിങ് ഡോമിനൻസ് ആ ഒരു സ്ട്രാറ്റജിയിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് റൈസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നെക്സ്റ്റ് പറയുന്നത്, അതായത് ഇന്ത്യയുടെ മാനുഫാക്ചറിങ് ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ചൈനയുടെ ഹെജിമോണിക് മോഡൽ ത്രെട്ട് ആണ്. GS പേപ്പർ 2 നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. അതിൽ എന്തൊക്കെയാ? ഇന്ത്യ ചൈന റിലേഷൻസ്. അതിൽ തന്നെ സ്ട്രാറ്റജിക് കോമ്പറ്റീഷൻ ഇൻ ട്രേഡ് ആൻഡ് ടെക്നോളജി. അതുപോലെ അടുത്തത് ഇംപ്ലിക്കേഷൻസ് ഓഫ് എക്കണോമിക് കോയിഷൻ ആൻഡ് ട്രേഡ് ഡിപ്പെൻഡൻസി. അത് GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ എക്കോണമി ആൻഡ് ഇന്റേണൽ സെക്യൂരിറ്റി. അതിൽ മാനുഫാക്ചറിങ്, സപ്ലൈ ചെയിൻ റെസിലിയൻസ്,
self-reliance in electronics, rare earth dependency and national security, impact of global economic trends on Indian industry. നെക്സ്റ്റ് ന്യൂസ് ജുഡീഷ്യൽ ഓവർ റീച്ച്. അതായത് 2020 ഗാൽവൻ ക്ലാഷ് നടക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി ഒരു റിമാർക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ ഒരു ഡിഫമേഷൻ കേസ് ഉണ്ടായി. അപ്പൊ ആ പ്രൊസീഡിങ്സ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. റീസെന്റ് ആയിട്ടുള്ള കോൺട്രവേഴ്സിക്ക് കാരണം എന്നാല് ജസ്റ്റിസ് ദിബങ്കർ ദത്ത എന്താണ് ഗാന്ധിയെ ട്രൂ ഇന്ത്യൻ അല്ലെന്ന് ഒരു കമന്റ് പറയുകയുണ്ടായി. അപ്പൊ ഇതെന്താണ്, എന്ത് കൺസേൺ ആണ് ഇതുവഴി റേസ് ആവുന്നത്? ജുഡീഷ്യൽ ഓവർ റീച്ച്, ഫ്രീ സ്പീച്ച്, ഒപ്പോസിഷൻ റൈറ്റ്സ്, ഇതൊക്കെയാണ് ഈ ഒരു കോൺട്രവേഴ്സി പ്രകാരം ഉയർന്നു വരുന്ന കൺസേൺസ്. കീ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ്. ഇതിൽ ഒന്നാമത് എന്താ പറയുന്നത്? ഫ്രീഡം ഓഫ് സ്പീച്ച്, ആർട്ടിക്കിൾ 19 ക്ലോസ് 1A. ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നതിൽ എസ്പെഷ്യലി ഗവൺമെന്റ് പോളിസീസിൽ എന്താണ്, ഇതൊരു പ്രൊട്ടക്റ്റഡ് സ്പീച്ച് ആണ്. ഓക്കെ, ഒരു ഡെമോക്രാറ്റിക് പരമായ ഒരു രാജ്യത്ത് എന്താണ് ക്രിറ്റിസിസം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ആന്റി നാഷണൽ. ഇറ്റ് ഈസ് എ വൈറ്റൽ ഫോർ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഡെമോക്രാറ്റിക് ഡിസ്കോഴ്സ്. സെക്കൻഡ് എന്ന് പറയുന്നത് റോൾ ഓഫ് ജുഡീഷ്യറി. സുപ്രീം കോർട്ട്സ് ഫംഗ്ഷൻ ഈസ് ലീഗൽ അഡ്ജുഡിക്കേഷൻ. സുപ്രീം കോടതിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീഗൽ അഡ്ജുഡിക്കേഷൻ ആണ്, നോട്ട് പാസിംഗ് മോറൽ ഓർ പാട്രിയോട്ടിക് ജഡ്ജ്മെന്റ്സ്. Statements like true Indian are extra legal and risk chilling effect on legitimating dissent. Third വരുന്നത് എന്താണ്? Opposition role in democracy. Opposition is expected to critic policies, question national narratives, expose administrative gaps. Criticism over border issues is a constitutional right, not sedition or defamation. അടുത്ത എന്താണ്? Key facts supporting Gandhi's statement. ഗാൽവൻ വാലി ക്ലാഷ് 2020 എന്താണ്? ഇത് ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യയും ചൈനീസ് ട്രൂപ്പും തമ്മിലായിരുന്നു. എവിഡൻസ് ബേസ് ഫോർ ഗാന്ധിയൻസ് ക്ലെയിംസ് എന്താണ്? ഓപ്പൺ സോഴ്സ് സാറ്റലൈറ്റ് ഇമേജറി, പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട്സ്, ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ, ടെസ്റ്റിമോണീസ് ബൈ ഡിഫൻസ് അനാലിസിസ് ആൻഡ് ലോക്കൽ റെസിഡൻസ്. മെയിൻസിൽ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവർണൻസ്, അതിൽ എന്തൊക്കെയാ? റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ജുഡീഷ്യറി, freedom of speech and expression, functioning of opposition in a democracy, issues related to defamation laws and judicial ethics. GS paper 4 ethics ആണ് വരുന്നത്. conflict between constitutional duty versus personal opinions, neutrality and restraint in public offices. ഇതൊക്കെയാണ് മെയിൻസിലേക്ക് വരുന്നത്. നെക്സ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പാർലമെന്റ് പാസസ് ലെജിസ്ലേഷൻ ടു മോഡേണൈസ് ഇന്ത്യസ് മാരിടൈം ലോസ്. ഇതിൽ എന്താ പറയാ, രാജ്യസഭ എന്താണ് കാരിയേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ബിൽ 2025 ഇങ്ങനെ ഒരു ബില്ല് പാസ് ചെയ്തു. അതുപോലെ ലോക്സഭ എന്താണ് മെർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024. ഇങ്ങനെ 2 ബില്ലുകളാണ് പാസ്സായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ന്യൂസ് എന്താന്ന് വെച്ചാല് കീ ലെജിസ്ലേഷൻസ് എന്താന്ന് വെച്ചാൽ ഒന്നാമത് എന്താണ് കാരിയേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ബിൽ 2025. ഇത് എന്തിനാണ് റിപ്പീൽ ചെയ്യുന്നത്? ഇന്ത്യൻ കാരിയേജ് ഓഫ് ഗുഡ്സ് ബൈ സീ ആക്ട് 1925 റിപ്പീൽ ചെയ്യുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? മോഡേണൈസ് ലോസ് ഗവേണിംഗ് കാർഗോ മൂവ്മെന്റ് ബൈ സീ, റെഡ്യൂസ് ലിറ്റിഗേഷൻ റിസ്ക്, ഇംപ്രൂവ് ട്രാൻസ്പെറൻസി ആൻഡ് കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി. സെക്കൻഡ് എന്താണ്? മെർച്ചന്റ് ഷിപ്പിംഗ് ബിൽ 2024. ഇത് എന്തിനാണ് റിപ്പീൽ ചെയ്യുന്നത് വെച്ചാൽ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താ? ക്രിയേറ്റീവ്, പ്രോഗ്രസീവ്, ഫ്യൂച്ചർ റെഡി മാരിടൈം ലെജിസ്ലേഷൻ, അലൈൻ ഇന്ത്യൻ മാരിടൈം ലോ വിത്ത് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, സ്ട്രെങ്തൻ ഇന്ത്യസ് റോൾ ആസ് എ മാരിടൈം ട്രേഡ് ഹബ്. മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 പൊളിറ്റി ആൻഡ് ഗവർണൻസ്, ഫംഗ്ഷനിങ് ഓഫ് പാർലമെന്റ് ഡ്യൂറിംഗ് ഡിസ്റപ്ഷൻ, റോൾ ഓഫ് ഒപ്പോസിഷൻ, ലെജിസ്ലേറ്റീവ് അക്കൗണ്ടബിലിറ്റി, പ്രസിഡന്റ്സ് റൂൾ ഇൻ മണിപ്പൂർ, ഗവർണൻസ് ഇംപ്ലിക്കേഷൻസ്. GS പേപ്പർ 3 നോക്കുകയാണെങ്കിൽ എക്കണോമി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതിൽ എന്തൊക്കെയാണ്? മോഡേണൈസേഷൻ ഓഫ് മാരിടൈം സെക്ടർ, ട്രേഡ് ഫെസിലിറ്റേഷൻ ത്രൂ ലീഗൽ റിഫോം, ബൂസ്റ്റ് ടു ബ്ലൂ എക്കണോമി ആൻഡ് പോർട്ട്ലെറ്റ് ഡെവലപ്മെന്റ്. ലാസ്റ്റത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ആധാർ ഫേസ് ഒതന്റിക്കേഷൻ ഫോർ ഗവർണൻസ്. ഈ ന്യൂസിൽ എന്താ പറയുന്നത് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്താ പറഞ്ഞത്? ഈ ആധാർ ഫേസ് ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ എന്താണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി വരുത്തുക, ആ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുക, അത് കൂട്ടുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി SSC RRB ഒക്കെ എന്താണ് എക്സാംസിന് ഈ ഫേസ് വെരിഫിക്കേഷൻസ് ഒക്കെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്.
കീ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ആധാർ ഫേസ് ഓതന്റിക്കേഷന്റെ കീ ഫീച്ചേഴ്സ്, അതായത് യൂസ് ലൈവ്നെസ് ഡിറ്റക്ഷൻ വയ ഫോൺ ക്യാമറാസ്, നമ്മളുടെ റിയൽ ടൈം ഇമേജുമായിട്ട് ആധാറിന്റെ ഫോട്ടോസ് മാച്ച് ചെയ്യും. അതുപോലെ ഇത് എന്ത് റെഡ്യൂസ് ചെയ്യും? ഒതന്റിക്കേഷൻ ഫെയിലേഴ്സ് ഡ്യൂ ടു വോൺ ഫിംഗർ പ്രിന്റ്സ്, അതായത് നമ്മുടെ പഴയ ഫിംഗർ പ്രിന്റ്സ് കാര്യങ്ങളൊക്കെ തമ്മിൽ മിസ്മാച്ചും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്താണ്, പ്രൊമോട്ടർ ഫോർ ഫിനാൻഷ്യൽ സർവീസസ്, ഫിനാൻഷ്യൽ സർവീസിനൊക്കെ ഈ ആധാർ ഫേസ് ഒതന്റിക്കേഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഈ പോളിസി ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക് വരുവാണെങ്കിൽ എന്താണ്, എന്തിന്റെ അണ്ടറിലാണ്? ആധാർ ഒതന്റിക്കേഷൻ ഫോർ ഗുഡ് ഗവേണൻസ് റൂൾസ് 2025 ഇൻട്രൊഡ്യൂസ്ഡ് എന്താ? സ്വിക് പോർട്ടൽ സോഷ്യൽ വെൽഫെയർ ഇന്നോവേഷൻ നോളജ് ഫോർ ആധാർ യൂസ് പ്രൊപ്പോസൽ. 312ഓളം ഗവൺമെന്റ് ബോഡീസ് എന്താണ് ഇത് ഉപയോഗിക്കുന്നുണ്ട് സിൻസ് 2020. റീസെന്റ് അപ്രൂവൽസ് എന്താണ്? സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായ് ക്യാൻ നൗ യൂസ് ആധാർ ഒതന്റിക്കേഷൻ ടു വെരിഫൈ അത്ലറ്റ്സ്, കോച്ചസ്, സ്റ്റാഫ് ഫോർ സ്കീംസ് ലൈക്ക് ഖേലോ ഇന്ത്യ, ടോപ്സ്, NCOEs. മെയിൻസിലേക്ക് വരുവാണെങ്കിൽ GS പേപ്പർ റിലവൻസ് എന്ന് വെച്ചാൽ GS പേപ്പർ 2 ഗവർണൻസ്, ഗവർണൻസ്, ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻ. GS പേപ്പർ 3 വരുവാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, ICT ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഗുഡ് ഗവേണൻസ്. ഇതൊക്കെയാണ് മെയിൻസിലേക്ക് വരുന്നത്. അപ്പൊ ന്യൂസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ഈ പറയുന്ന മെയിൻസ് റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുക. താങ്ക് യു.